രാവിലെ മടിയുള്ളവരുണ്ടോ? എങ്കിൽ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. നമുക്ക് ഇതുപോലെ ചപ്പാത്തി സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കില് പിന്നെ എന്ത് ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ആവശ്യാനുസരണം ഉണ്ടാക്കിയിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാദാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ദാ ഇതുപോലെ ചൂടായ ഒരു പാനിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് അത്രേ വേണ്ടുള്ളൂ. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു 10 സെക്കൻഡ്. എന്നിട്ട് ഈ പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് പാനിൽ തിരിച്ചും മറിച്ചും ഇട്ട് എടുത്താൽ മതി. ഇതാ ഇതുപോലെ എത്രയാണ് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഇത് ചോറ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ്. നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കും. ഏത് ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. ഇത് ഇതുപോലെ നമ്മൾ നല്ലൊരു കണ്ടെയ്നറിൽ, എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. നമുക്ക് 2 ആഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ചപ്പാത്തി പരത്തിയിട്ട് നമ്മളിപ്പോൾ ഒന്നിന്റെ മുകളിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇടക്ക് അതുപോലൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാം. ഇതുപോലെ ആണെങ്കിൽ 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്യാം.